സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കയറി കഴിഞ്ഞാൽ നമ്മളെ ഗണേഷ് മന്ത്രിയാണ് താരം. അദ്ദേഹത്തെ ആളുകൾ വിളിക്കുന്ന അളിയ മച്ചമ്പി, നിൻ്റെ വീട്ടിലെ കാര്യം നോക്കിയാൽ പോരേടെ, എന്തിനാണ് നീ അടുത്ത വീട്ടിലെ കാര്യം? അടുത്ത വീട്ടിൽ കല്യാണം നടന്നു പോലുമില്ല. കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് പിള്ളേരുണ്ടായി, പിള്ളേർക്ക് പേരിടുന്നതിനെക്കുറിച്ച് അവരിപ്പോൾ ആഗ്രഹങ്ങൾ പറഞ്ഞു എന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ അവർ പറയുന്ന നല്ല ആഗ്രഹങ്ങളൊക്കെ ജനങ്ങളോട് പറയുന്നതാണ്. എന്തിനാ മച്ചമ്പി കയറി ഇതിനകത്ത് കളിക്കുന്നു എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. ഞങ്ങൾക്കും തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഗണേശൻ എന്തെന്നേ ഗണേഷിൻ്റെ മാമൻ്റെ അപ്പൂപ്പൻ്റെ അപ്പച്ചൻ്റെ പിന്നെ ബാലകൃഷ്ണപിള്ളയുടെ കുടുംബസ്വത്തോ അല്ലെങ്കിൽ കീഴൂട്ട് രാമൻപിള്ളയുടെ സ്വത്തല്ലല്ലോ KSRTC പബ്ലിക് അസറ്റ്. അത് പബ്ലിക് അണ്ടർടേക്കിംഗ് ആണ്. താങ്കൾ മന്ത്രിയായപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. അവിടെ താങ്കൾ കുറേ IAS കൊണ്ടിരുത്തി, കുറച്ച് ആളുകളെ കൊണ്ടിരുത്തി, ബഡ്ജറ്റ് ടൂറിസമെന്നും സിറ്റി ടൂറെന്നും അങ്ങനെ ഇങ്ങനെ കുറേ പ്രോഗ്രാമൊക്കെ നടത്തി, കുറച്ച് വലിയ ലാഭവുമില്ല വലിയ നഷ്ടവുമില്ലാതെ കുറേ ശമ്പളമൊക്കെ കൊടുക്കുന്ന കുറേ പരിഷ്കാരമൊക്കെ താങ്കൾ നടത്തി. അതൊക്കെ അഭിനന്ദനാക്കാറ്. പക്ഷേ അടുത്ത ഗവൺമെൻറ് എന്ത് ചെയ്യണം? അടുത്ത ഗവൺമെൻറ്റിനെ കുറിച്ച് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് വന്ന് UDF അധികാരത്തിൽ നിന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് UDFന് പറയാൻ അവകാശമില്ലേ? അവർ ചിലപ്പോൾ സമ്പൂർണ്ണമായിട്ട് ഫ്രീ കൊടുക്കും, മൊത്തം ചിലപ്പോൾ ഫ്രീ കൊടുക്കും, ചിലപ്പോൾ അവർ സ്ത്രീകൾക്ക് മാത്രം ഫ്രീ കൊടുക്കും. തമിഴ്നാട്ടിലാണെങ്കിൽ നോക്കൂ, ടൗണിലുള്ള ബസ്സിൽ സ്ത്രീകൾക്ക് ഫ്രീ ആണ്, അങ്ങനെ കൊടുക്കും. കർണാടകത്തിൽ കൊടുക്കും. കർണാടകത്തിൽ കോൺഗ്രസ് അല്ലേ ഭരിക്കുന്നത്. ഗണേഷ് എന്തിനാണ് സങ്കടപ്പെടുന്നത്? കർണാടകത്തിലെ RTC ബുദ്ധിമുട്ടുന്നു എന്ന് ഗണേഷ് വിറയ്ക്കുന്നു. ഗണേഷ്, നിങ്ങൾ 1.5 മാസം കഴിയുമ്പോൾ നിങ്ങൾ പോകും. പത്തനാപുരത്ത് ജയിക്കാനുള്ള കാര്യങ്ങൾ നോക്കൂ, നിങ്ങൾ പോകൂ. അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ അത് UDF ആണ് വരുന്നതെങ്കിൽ UDF നോക്കിക്കോളും, LDF ആണ് വരുന്നത് LDF നോക്കിക്കോളും. ഇത് നിങ്ങൾക്ക് വേവലാതി അതല്ല, നിങ്ങൾക്ക് അസൂയ, കുശുമ്പ്, കുന്നായ്മ, കുത്തിത്തിരിപ്പ്. കാരണം എന്താണ്? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, സ്ത്രീകൾക്ക് സൗജന്യമായി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്തൊരു കാര്യം UDF ഗവൺമെൻറ് ഇപ്പോഴേ പ്രഖ്യാപിച്ചപ്പോൾ, മാനിഫെസ്റ്റോയിലാണ് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഇത് ജനങ്ങൾ അത്ര ശ്രദ്ധിക്കില്ല. അത് മാനിഫെസ്റ്റോയിൽ എന്തെല്ലാം കാര്യം പറയുന്നു, ആരെല്ലാം പറയുന്നു. പക്ഷേ ഇത് രാഹുൽ ഗാന്ധിയെ കൊണ്ട് 5 പരിപാടി എന്നുള്ള നിലയിൽ ഒരു പുത്തരിക്കണ്ടം മൈതാനത്ത് തിരുവനന്തപുരത്ത് അവതരിപ്പിച്ചപ്പോൾ അതിനൊരു ഹൈപ്പ് കിട്ടി. സ്ത്രീകളെല്ലാം തീരുമാനിക്കുന്നു, യവൻ വോട്ട് കൊടുക്കൂല, അല്ലെങ്കിൽ ഗണേഷിന് വോട്ട് കിട്ടൂല. കാരണം പല കാരണങ്ങളാൽ വോട്ട് കിട്ടൂല. അതുകൊണ്ട് ഇപ്പോൾ NSSനെ പിണക്കിയില്ലേ? അവിടെ NSS നിങ്ങളുവരെ നല്ല പിണക്കമായില്ലേ? കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അഭാവത്തിൽ, നിങ്ങൾ യൂണിയൻ പ്രസിഡൻ്റായിട്ടുള്ള താങ്കളുടെ അഭാവത്തിൽ, താങ്കൾ ഏതോ കൊച്ചു പരിപാടിക്ക് പോകണ ആ ഗ്യാപ്പ് നോക്കി അവിടെ വൈസ് പ്രസിഡൻറ്റിനെ വെച്ചിട്ട് മീറ്റിംഗ് നടത്തിയില്ലേ? അപ്പോൾ പിന്നെ അത് കോൺഗ്രസ് കുത്തിത്തിരിച്ചാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും അവർ വിചാരിച്ചപ്പോൾ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പറ്റിയല്ലോ, നിങ്ങളുടെ യൂണിയനിൽ, താലൂക്ക് യൂണിയനിൽ പറ്റിയല്ലോ പത്തനാപുരത്ത്. അതാണ് കഥ. അപ്പോൾ എന്തായാലും ഗണേഷിൻ്റെ സങ്കടപ്പെടൽ വേണ്ട. ആളുകൾക്ക് സൗജന്യം കൊടുക്കണോ വേണ്ടേ എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വേറെ അഭിപ്രായമുണ്ട്. കാരണം സ്ത്രീകൾക്ക്, എല്ലാ സ്ത്രീകൾക്കും അല്ലെങ്കിൽ സമ്പത്തുള്ളവർക്കും സമ്പത്തില്ലാത്തവർക്കും എല്ലാവർക്കും ഒരു സോഷ്യൽ കൺസേണിൻ്റെ ഭാഗമായി സൗജന്യമായി യാത്ര കൊടുക്കണോ, അതോ അതൊരു സീലിംഗ് വെച്ച് സാധാരണക്കാർക്ക് മാത്രം കൊടുത്താൽ മതിയോ? സമ്പന്നരിൽ നിന്ന് പൈസ മേടിക്കാവോ? ബിസിനസ്സുകാരിൽ നിന്നും സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ പൈസ മേടിക്കാവോ? അല്ലെങ്കിൽ അവർക്കൊരു കൺസെഷൻ കൊടുത്താൽ മതിയോ? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് വേറെ വിഷയം. പക്ഷേ രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ എടുത്തു ചാടിയത് ശരിയായില്ല. 5 പരിപാടിയാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത്. 1000 രൂപ വീതം കൊടുക്കുന്നൊരു പരിപാടി, 25 ലക്ഷം രൂപ ലോണല്ല ഈ സഹായം കൊടുക്കുന്നൊരു പദ്ധതി, മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക വകുപ്പ്, ഇങ്ങനെ 4-5 കാര്യങ്ങൾ രാഹുൽ ഗാന്ധി പറഞ്ഞു. അതവർ വോട്ട് പിടിക്കാൻ പറയുന്നതല്ലേ. എല്ലാം നടപ്പിലാക്കുമെന്ന് നിങ്ങൾക്ക് വല്ല വിശ്വാസമുണ്ടോ? അവർക്ക് വിശ്വാസമുണ്ടോ? നിങ്ങൾ 2500 രൂപ പെൻഷൻ കൊടുക്കാമെന്ന് എഴുതി വെച്ചിട്ട്, മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചിട്ട് ഇറങ്ങാൻ സമയത്തിന് 2000 രൂപ കൊടുത്തോളൂ, ഇനി 500 രൂപ കൊടുക്കാനില്ലേ? 25 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് വല്ല തൊഴിൽ കൊടുത്തോ? കേരളയിൽ കൊണ്ടുവന്നോ? മെട്രോ എവിടെ? വാട്ടർ മെട്രോ എന്തൊക്കെ പറഞ്ഞു നിങ്ങൾ? ഈ കേരളം മുഴുക്ക വാട്ടർ മെട്രോ, മുകളിൽ കേരളയിൽ നടുക്ക് മെട്രോ, ഏറ്റവും താഴെ വാട്ടർ മെട്രോ, എല്ലാം കൂടി എറണാകുളത്ത് സംഗമിക്കും. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് സംഗമിക്കും. അവിടെ നേരെ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞു? തിരുവനന്തപുരത്ത് മോണോ റെയിൽ, സിംഗിൾ റെയിൽ, എന്തെല്ലാമാണ് എഴുതി പിടിപ്പിച്ച ഗണേഷെ വോട്ട് കിട്ടാൻ വേണ്ടി. അതുകൊണ്ട് ഗണേഷ് സാറേ, നിങ്ങൾ ഇതിൽ പിണങ്ങേണ്ട കാര്യമില്ല. നിങ്ങൾ സുരേഷ് ഗോപിക്ക് വല്ല ചൊറിയാനുള്ള, നിങ്ങൾക്ക് അതൊക്കെയാണ് പറ്റിയത്. സുരേഷ് ഗോപിയെ ചൊറിയുക, അല്ലെങ്കിൽ മറ്റുള്ളവരൊന്ന് ചൊറിച്ചിൽ നിങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. നിങ്ങൾ എന്നെ പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂവിൽ, എനിക്ക് മറ്റുള്ളവരെ ചൊറിയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ രാഹുൽ ഗാന്ധിയെ ചൊറിഞ്ഞതാണെങ്കിൽ കുഴപ്പമില്ല, നടക്കട്ടെ. അല്ലാതെ നിങ്ങൾ കിടന്ന് വേവലാതിപ്പെടേണ്ട. ഇതിൻ്റെ കൊടുക്കണോ വേണ്ടേ എന്നുള്ളതൊക്കെ ജനങ്ങൾ UDFന് കൊടുക്കണോ LDFന് കൊടുക്കണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. UDF വന്നാൽ എന്തൊക്കെ ആനുകൂല്യം കൊടുക്കണമെന്ന് അവർ തീരുമാനിക്കട്ടെ. അപ്പോൾ KSRTCക്ക് കൊടുത്തതുകൊണ്ട് കുപ്പ് കുത്തുകയാണെങ്കിൽ, KSRTC നഷ്ടത്തിൽ പോവുകയാണെങ്കിൽ, മുൻ മന്ത്രി എന്നുള്ള നിലയിൽ ഗണേഷ് കരയേണ്ട. ഗണേഷിന് പോയി സമരം ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരമുണ്ട്. KSRTC രക്ഷിക്കുക, സ്ത്രീകളുടെ സൗജന്യം കൊടുത്തത് പിൻവലിക്കുക എന്ന് പറഞ്ഞ് സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്യാൻ
KSRTC ഡ്രൈവേഴ്സും കണ്ടക്ടേഴ്സ് യൂണിയനൊക്കെ വരുമ്പോൾ താങ്കൾക്ക് പോയത് ഉദ്ഘാടനം ചെയ്യാം. ആ ഒരു അവസരം എന്തിനാണ് ഗണേഷ് കളയുന്നത്? ചാൻസ് കളയാൻ പാടില്ല. അതുകൊണ്ട് UDF വരട്ടെ, അവർ വില കൂട്ടട്ടെ, അല്ല പിന്നെ ഇങ്ങനെ സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കട്ടെ, അവർ ടിക്കറ്റ് ചാർജ് കൂട്ടാതിരിക്കട്ടെ, അങ്ങനെ അവർ നഷ്ടത്തിൽ പോട്ടെ, അപ്പോൾ താങ്കൾക്ക് പോയി സമരം ചെയ്യാം. അല്ലാതെ ഇപ്പോൾ കിടന്ന് കരഞ്ഞത് കൊണ്ടൊരു കാര്യമില്ല. താങ്കളുടെ അസൂയ, കുശുമ്പ്, കുന്നായ്മ, കുത്തിത്തിരിപ്പ് പരിപാടി ചൊറിച്ചിലൊക്കെ മതിയാക്കി താങ്കൾ എങ്ങനെയെങ്കിലും 2 മാസം കൂടെ എല്ലാവർക്കും ശമ്പളം കൊടുക്കുന്നത് എങ്ങനെയെന്നും ആ പത്തനാപുരത്ത് ജയിക്കുന്നത് എങ്ങനെയെന്നുമുള്ള കാര്യങ്ങൾ ആലോചിക്കുക. ഇടതുപക്ഷം വീണ്ടും വരുന്ന കാര്യങ്ങൾ ആലോചിക്കുക. ആൻ്റണി രാജുവിന് മന്ത്രിയായിരിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് വീണ്ടും ഗണേഷ് വന്നാൽ KSRTC കയറി ഏറ്റെടുത്ത് കളയരുത്. കാരണം ഏറ്റെടുത്താൽ UDF സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് UDF വന്നില്ലെങ്കിലും LDF വന്നാലും ഗണേഷ് KSRTC ഏറ്റെടുത്താൽ നിങ്ങളെ പുറത്ത് സമ്മർദ്ദം വരും. അതുകൊണ്ട് നിങ്ങൾക്ക് KSRTC കൊണ്ടുനടക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു വകുപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്. KSRTC CPM എടുത്തോട്ടെ. LDF വന്നാൽ സാധ്യത കുറവാണ്. ഇന്നത്തെ നിലയിൽ UDF ആണ് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സമരം ചെയ്യാം, സത്യാഗ്രഹം നടത്താം, KSRTC രക്ഷിക്കുമെന്ന് പറഞ്ഞു. അവർ വനിതകൾക്ക് ഫ്രീ കൊടുക്കുകയോ കുട്ടികൾക്ക് ഫ്രീ, അതല്ല അവരുടെ കൺസേൺ അല്ലേന്ന്. അവർ ചിലപ്പോൾ പണം കണ്ടെത്തുമായിരിക്കും, ഖജനാവിൽ നിന്ന് പൈസ കൊണ്ട് കൊടുക്കുമായിരിക്കും, അല്ലെങ്കിൽ അവർ പിരിവെടുക്കുമായിരിക്കും, അല്ലെങ്കിൽ അവർ CSR പൈസ എടുക്കുമായിരിക്കും. അവരെവിടെ നിന്നെങ്കിലും പൈസ എടുക്കട്ടെ. അതിനകത്ത് ഗണേഷ് വലിയ കൺസേൺ ആവേണ്ട കാര്യമില്ല. ഗണേഷെ ഇപ്പം ഇരിക്കുന്ന അപ്പം തിന്നുക, പിന്നെ ചുടാൻ പോണ അപ്പത്തെക്കുറിച്ച് നമുക്ക് പിന്നെ ആലോചിക്കാം. ആറ്റിലെത്തും മുമ്പേ മുണ്ട് വലിച്ച് പൊക്കണ്ട. ഇപ്പം വരൾച്ചയാണ്, ആറ്റിലൊട്ടും വെള്ളമില്ല. ജൂൺ ആകുമ്പോൾ നല്ല വെള്ളം വരും. അപ്പോഴത്തേക്ക് മുന്നണിയും മാറിയിരിക്കും. അപ്പോഴത്തെ ഗവൺമെൻറ് തീരുമാനിക്കട്ടെ, അന്നത്തെ ട്രാൻസ്പോർട്ട് മന്ത്രിയും അവരുടെ പരിവാരങ്ങളും തീരുമാനിക്കട്ടെ. ഗവൺമെൻറ് രാഹുൽ ഗാന്ധി പുത്തരിക്കണ്ട മൈതാനത്ത് വന്ന് പ്രഖ്യാപിച്ച സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുന്നത് അവർ തീരുമാനിച്ചോട്ടെ. അതിൻ്റെ പേരിൽ വോട്ട് സ്ത്രീകൾ കൊടുക്കുകയാണെങ്കിൽ ആ വോട്ട് അവർ മേടിച്ചോട്ടെ. ഇനിയിപ്പോൾ എന്തായാലും പുരുഷന്മാർക്കും കൂടി സൗജന്യം കൊടുക്കുമെന്ന് പറഞ്ഞ് KSRTC വഴി വോട്ട് പിടിക്കാൻ ഗണേഷിന് കഴിയില്ല. കാരണം പുരുഷന്മാർക്ക് കൂടി സൗജന്യം കൊടുക്കുമെന്നല്ലേ പറയാൻ പറ്റൂ. സ്ത്രീകൾക്ക് കൊടുക്കുമെന്നല്ല അവർ പറയുന്നത്. എന്നാൽ ഞങ്ങൾ പുരുഷന്മാർക്ക് കൂടി സൗജന്യമായി കൊടുക്കും, ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞാൽ പിന്നെ KSRTC സമ്പൂർണ്ണ ഫ്രീ ആണല്ലോ. അത് ഓടിക്കാൻ പിന്നെ വേറെ പൈസ വെളിയിൽ നിന്ന് കൊണ്ടുവരണമല്ലോ. എന്തായാലും രസകരമാണ് കാര്യങ്ങൾ. KSRTCയിൽ സമ്പൂർണ്ണമായി സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുമ്പോൾ രാജസ്ഥാനിലെ ആരോഗ്യ ഇൻഷുറൻസ്, ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ളൊരു ആരോഗ്യ ഇൻഷുറൻസായി 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് കൊണ്ടുവരുമ്പോൾ ഇവിടെ മെഡിസെപ്പ് കിടപ്പുണ്ട്. മെഡിസെപ്പും കാരുണ്യൊക്കെ കിടക്കുമ്പോൾ വീണ്ടും ഒരു ആരോഗ്യ ഇൻഷുറൻസാണ് വരുന്നത്. ചുരുക്കത്തിൽ ഗവൺമെൻറ്റുകൾ പിന്നെ 3000 രൂപ സാമൂഹ്യക്ഷേമം പെൻഷൻ കൊടുക്കുമെന്ന് പറയുന്നു. അങ്ങനെ സാമൂഹ്യക്ഷേമനും KSRTCയുടെ ഫ്രീയും ഒക്കെ ആയി നമ്മൾ തമിഴ്നാടിനും രാജസ്ഥാനിനും ഡൽഹിക്കും ബീഹാറിനും പഠിക്കുകയാണ്. കാരണം ആ സ്റ്റേറ്റുകളാണ് ഇതെല്ലാം പറയുമ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ അവിടെ ഉൽപ്പാദന മേഖലയിൽ അവർക്ക് വലിയ വരുമാനമുള്ളൊരു സംസ്ഥാനങ്ങളാണ്. അവർക്ക് പലതും കാണിക്കാം. ആന പറയും പോലെ, പണ്ടാരോ പറയുന്ന പോലെ, ആന പിണ്ടവിടും പോലെ ആട് ശ്രമിക്കരുത്, ഏതൊക്കെ സ്ഥലം കീറിപ്പോകും എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് മറ്റ് സംസ്ഥാനക്കാർ ഇതൊക്കെ ശ്രമിക്കട്ടെ, നമ്മൾ ശ്രമിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഗണേഷ് പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി UDF ആണ് വരുന്നതെങ്കിലും നമുക്ക് ഗണേഷിന് വേണമെങ്കിൽ ട്രാൻസ്പോർട്ടിൻ്റെ മന്ത്രിയാക്കാം, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടിൻ്റെ ഉപദേഷ്ടാവായിട്ട് നമ്മുടെ ബാലകൃഷ്ണ പിള്ളയുടെ മകൻ കീഴൂട്ട് രാമൻപിള്ള അവരുടെ ചെറുമകൻ KB ഗണേഷ് കുമാറിനെ നമുക്ക് ട്രാൻസ്പോർട്ട് ഉപദേഷ്ടാവായിട്ട് വയ്ക്കാം.